ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം 5ാമത്തെ പാഠം വിരുന്നൊരുക്കാം. അതിലെ ഒരു പാഠഭാഗമാണ് കള്ളം. നമുക്ക് നോക്കിയാലോ. ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കും. ശരിയാണല്ലോ. കള്ളം പറയണം. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്. എന്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. നിറമുള്ള അക്ഷരങ്ങൾ എഴുതിയത് ഷിഫാന ഷെറിയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? മറ്റുള്ളവർ വേദനിക്കാതിരിക്കുമെങ്കിൽ, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് സന്തോഷം കൊടുക്കാൻ കഴിയുമെങ്കിൽ കള്ളം പറയാം, അല്ലേ? എന്താ കള്ളം പറയണം? എന്തിന്? കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം നമ്മുടെ കൂടപ്പിറപ്പ്, നമ്മുടെ സഹോദരനോ സഹോദരിയോ ചോദിച്ചാൽ കൊടുക്കണം. അപ്പോഴും എന്ത് പറയണം? എനിക്ക് വേണ്ട എന്ന് പറയണം. സ്നേഹമുള്ള ആരെങ്കിലും വേദനിപ്പിച്ചിട്ട് പിന്നീട് വിഷമമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്തായാലും നമുക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും വിളിച്ചാൽ തിരക്കില്ല എന്ന് പറയണം. മനസ്സിൽ ഒരുപാട് വിഷമമുള്ളപ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയണം. എല്ലാം കഴിഞ്ഞ് ഒരു ദിവസത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരു സത്യം പറയാൻ മറക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്ന സത്യം പറയാൻ മറക്കരുത് എന്ന് കവി ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് പാഠഭാഗ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. കളിയായും പൊളി പറയരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പൊളി എന്നാൽ കള്ളം. കള്ളം പറയുന്നത് ശരിയാണോ? ശരിയല്ലല്ലേ? കള്ളം പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ നമ്മൾ തമാശയ്ക്കായിരിക്കും കള്ളം പറയുന്നത്, പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് വലിയ വലിയ കള്ളങ്ങൾ പറയാനുള്ള പ്രേരണയായി മാറും. അതുകൊണ്ട് കളിയായി പോലും കള്ളം പറയരുത്. അടുത്ത ചോദ്യം നോക്കാം. കവിതയിൽ നുണ പറഞ്ഞെടുത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിലോ? കവിതയിൽ നുണ പറഞ്ഞെടുത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിൽ ചോദ്യം ചോദിച്ചവർക്കെല്ലാം വിഷമമായേനെ. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹം കൊണ്ടും അവരുടെ സങ്കടം മാറ്റാൻ വേണ്ടിയുമാണ് ചില കുഞ്ഞു കള്ളങ്ങൾ പറയുന്നത്. അത് അവർക്ക് സന്തോഷം നൽകുകയും നമ്മിൽ സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം നോക്കൂ. കവി പറഞ്ഞതുപോലെ ഈ ചിത്രത്തിലെ ചെടി പറയാനിടയുള്ള കള്ളങ്ങൾ എന്തെല്ലാമായിരിക്കും? എന്താണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്? ഒരു ചെടിയിലിരുന്ന് പുഴു ഇല തിന്നുന്നത് കണ്ടോ? ഇലയെല്ലാം തിന്നിട്ടുണ്ട്, അല്ലേ? അപ്പോ ചെടി എന്ത് കള്ളങ്ങളായിരിക്കും പുഴുവിനോട് പറയുന്നത്? അത് നമുക്കൊന്ന് എഴുതിയാലോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. 4ാം ക്ലാസ്സിലെ മലയാളം ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഇതിനു മുന്നേയുള്ള വിരുന്നൊരുക്കാം, ചോദ്യം തുടങ്ങിയ പാഠഭാഗങ്ങളുടെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം. എന്തൊക്കെയായിരിക്കും ചെടി പുഴുവിനോട് പറഞ്ഞിട്ടുണ്ടാവുക? ഇല പുഴു തിന്നുമ്പോൾ അതെനിക്കൊരു പ്രശ്നമല്ല, എനിക്കൊരു വേദനയുമില്ല. പുതിയ ഇലകൾ വരാൻ വേണ്ടി നീ പഴയ ഇലകൾ തിന്നുന്നത് നല്ലതല്ലേ? എന്റെ ഇലകൾ തിന്നല്ലേ നിനക്ക് ജീവിക്കാൻ കഴിയൂ? നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. നീ ഇല തിന്നാലും എന്റെ ആരോഗ്യത്തിന് ഒരു കുറവുമില്ല എന്നൊക്കെയാകും പുഴുവിനോട് ഇല കള്ളം പറഞ്ഞിട്ടുണ്ടാവുക. പുഴു ഇല തിന്നുന്നത് മൂലം ചെടിയുടെ ഭംഗി പോവുകയും ചെടി വാടിപ്പോവുകയും ചെയ്യാം. പക്ഷേ പുഴുവിന്റെ വിശപ്പിനാണ് ചെടി ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ചെടി കള്ളം പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനോ അല്ലെങ്കിൽ നന്മ നൽകാനോ ഒക്കെ വേണ്ടിയാണ് ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നത്, അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല. അതുപോലെ കുഞ്ഞു കള്ളങ്ങൾ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമെങ്കിൽ കള്ളം പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അതുകൊണ്ട് ആരും വേദനിക്കാൻ പാടില്ല, ആരെയും ദ്രോഹിക്കാൻ പാടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.